ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കുറച്ചും കൂടെ പുതിയ വീഡിയോസ് ഇടാനുള്ള പ്രചോദനമാകത്തുള്ളൂ. അപ്പം നമ്മൾ ഇന്നിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു പാവാട അഥവാ സ്കേർട്ട്. അപ്പോൾ നമുക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് എളുപ്പം തയ്ക്കാൻ പറ്റുന്ന ഒരു പാവാടയാണ് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പാവാട തയ്ക്കുന്ന ഒരു സാരി വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാരി. അപ്പോൾ ഇതിൻ്റെ മുന്താണി പാർട്ട് നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലെ കസവും നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരാൾ പറയത്തില്ല ഇത് നമ്മൾ സാരി കൊണ്ട് തയ്ച്ചിട്ടുള്ളതാണ്. അത്രയധികം മനോഹരമാണ് നമ്മളിത് തയ്ച്ച് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ നിങ്ങളിതിൻ്റെ ഫൈനൽ ലുക്കാണ് നമ്മൾ തുടക്കത്തിൽ കുറച്ച് വീഡിയോ ആയിട്ട് കാണിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബ്ലൗസിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ തുടക്കത്തിൽ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അത് പോയി കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലും ഇതുപോലെ പ്ലെയിൻ സാരി ഉണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് പൈസ ഒരുപാട് ലാഭിക്കാവുന്നതാണ്. പഴയ സാരികളൊക്കെ നമുക്ക് വെട്ടി ഇതുപോലെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പാവാട സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യമേ ഇതിൽ കാണിക്കുന്നത് നമ്മൾ മുന്താണി പീസ് കട്ട് ചെയ്ത് മാറ്റുവാണ്. അതിനുശേഷം നമ്മൾ കസവും കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ പാവാടയുടെ അളവൊക്കെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഇതിൽ കാണിച്ചേക്കുന്നത് പോലെ കസവ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് സാരി ഇങ്ങനെ കിട്ടും, അതായത് ഒരു പ്ലെയിൻ മെറ്റീരിയലായിട്ട് കിട്ടും. അത് നമ്മൾ സാരി ആദ്യം രണ്ടായിട്ട് മടക്കുക, അതിനുശേഷം നമ്മൾ അത് കോണോട് കോണ് ചേർത്ത് മടക്കി വെക്കുക. ഇതിൽ കാണിച്ചേക്കുന്നത് പോലെയാണ് നമ്മൾ കോണോട് കോൺ മടക്കിയേക്കുന്നത്. അതിൻ്റെ ബാലൻസ് പാർട്ടായിട്ട് നമുക്ക് കുറച്ച് സാരി പീസ് കാണാം. അത് നമ്മൾ ലൈനിങ് ആയിട്ട് പാവാടയ്ക്ക് എടുക്കാനും അതുപോലെ പാവാടയുടെ ബെൽറ്റിന് കട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ബാലൻസ് പാർട്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പാർട്ട് നമ്മൾ എത്രമാത്രം വിരിവാണോ നമുക്ക് ആവശ്യം അത്രമാത്രം തുണി എടുത്തിട്ട് ബാക്കി പോർഷൻ താഴോട്ട് നമ്മൾ ഇതുപോലെ വിരിച്ചിട്ടതിന് ശേഷം കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ഒരുപാട് തുണി വേസ്റ്റ് ആവത്തില്ല. അപ്പോൾ ആദ്യമേ നമ്മൾ വേസ്റ്റ് അളവ്, അതായത് നമ്മുടെ അരയുടെ വണ്ണം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ 8 ഇഞ്ചാണ് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ പാവാടയുടെ ലെങ്ത് എടുക്കുന്നത് ഇവിടെ 35.5 അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ ലെങ്ത് എടുക്കുമ്പോൾ അതിൻ്റെ ബെൽറ്റും കൂടെ ബെൽറ്റിൻ്റെ അളവ് കുറച്ചിട്ട് വേണം സ്കേർട്ടിൻ്റെ ഇല്ലെങ്കിൽ പാവാടയുടെ അളവെടുക്കാൻ. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ബെൽറ്റിൻ്റെയും കൂടെ അളവെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇറക്കം കുറച്ചും കൂടെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബെൽറ്റിൻ്റെ അളവ് കുറച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പാവാട അളന്ന് വരയ്ക്കാവുള്ളൂ. അപ്പം നമ്മളിവിടെ 35.5 എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ അളവെടുത്തിട്ടുള്ളത്. ഇതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതിനു മുൻപ് 35 എന്ന് പറയുന്ന നമ്മൾ എടുത്തേക്കുന്നത് താഴത്തെ പീസ് 2 പീസിന് മാത്രമേ 35 എന്ന് പറയുന്ന കറക്റ്റ് ലെങ്ത് കിട്ടിയുള്ളൂ. മേളിലിരിക്കുന്ന 2 പീസിന് നമുക്ക് 35 കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് അവിടെ കുറച്ച് തുണിയുടെ കുറവുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതാദ്യമേ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വേറെ കുറച്ച് മിച്ചമുള്ള തുണി എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല വിരിവി തന്നെ നമ്മുടെ പാവാട നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് തുണി ഒരുപാട് വേസ്റ്റ് ആകുന്നില്ല, അതുപോലെ തന്നെ നമുക്ക് നല്ല വിരിവി തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും.
അപ്പോൾ നമ്മൾ ആ കുഞ്ഞു പീസ് കട്ട് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് മിച്ചമുള്ള നമ്മുടെ സാരി മെറ്റീരിയൽ കൊണ്ട് നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം. അപ്പോൾ ലൈനിങ് കട്ട് ചെയ്യുന്ന സെയിം രീതിയിൽ തന്നെയാണ്. നമ്മൾ ആദ്യമേ തുണി രണ്ടായിട്ട് മടക്കിയിടണം. അതിനുശേഷം തുണി കോണോട് കോൺ മടക്കിയിട്ടതിന് ശേഷം നമ്മുടെ വേസ്റ്റ് ലെങ്ത് അഥവാ അരവണ്ണം അളന്നെടുത്തതിന് ശേഷം നമുക്ക് എത്രയാണോ ഇതിൽ ടോട്ടൽ ലെങ്ത് കിട്ടുന്നത് ആ ലെങ്തിൽ നമുക്ക് ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ മെയിൻ തുണിയിൽ കുറച്ച് തുണിയുടെ കുറവുണ്ട്, അപ്പോൾ ആ തുണി നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. കാരണം ഇല്ലെങ്കിൽ നമുക്ക് ലൈനിങ്ങിൽ ഒരുപാട് തുണിയുടെ കുറവ് വരും. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മിച്ചമുള്ള തുണി എടുത്തിട്ട് നമുക്ക് മെയിൻ തുണിയിൽ എത്രമാത്രം ആവശ്യമാണോ ആ തുണി കട്ട് ചെയ്തിട്ട് നമുക്ക് തയ്ച്ചെടുക്കാവുന്നത്. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ നമ്മൾ മിച്ചം തുണി എടുത്തിട്ട് മെയിൻ തുണിയോട് ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ബെൽറ്റാണ്. അപ്പോൾ ബെൽറ്റിന് വേണ്ടി നമ്മളിവിടെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 17 ഇഞ്ച് നീളമുള്ള ഒരു തുണിയും അതുപോലെ തന്നെ 4 ഇഞ്ച് വീതിയുള്ള തുണിയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. നമ്മൾ അങ്ങനെ വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയതിന് ശേഷം മാത്രമാണ് ബെൽറ്റിൻ്റെ പീസ് നമുക്ക് കട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടയാളപ്പെടുത്തുന്ന വീഡിയോ. ഇനി നമുക്ക് തയ്ക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തയ്ക്കുന്നത് നമ്മുടെ മെയിൻ പാവാടയുടെ കുറച്ച് തുണി കുറവുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു. ആ കട്ട് ചെയ്ത പീസ് എങ്ങനെയാണ് ഇനി സ്റ്റിച്ച് ചെയ്യുന്നുള്ളതാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പീസ് എന്ന് പറഞ്ഞാൽ 2 പീസായിട്ടാണ്. ആദ്യമേ നമുക്ക് ആ 2 ചെറിയ പീസ് തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ പാവാടയിലോട്ട് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആ 2 കുഞ്ഞു പീസും ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മെയിൻ തുണിയിലോട്ട് പിടിപ്പിക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് നേരെയുള്ള ഭാഗം വെച്ചിട്ടാണ് തയ്ക്കുന്നത്. നേരെ അതായത് ചെറിയ പീസ് നേരെയുള്ളത് വേണം. അതുപോലെ തന്നെ നമ്മുടെ തയ്ക്കാനുള്ള മെയിൻ തുണിയും നേരെ ഇരിക്കുന്നത് തമ്മിൽ കൂട്ടി യോജിപ്പിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ അടിഭാഗം കറക്റ്റ് പോലെ നല്ല ഫ്ലെയറിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് തമ്മിൽ തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാവാടയുടെ ഇറക്കത്തിൽ ഒരുപാട് വ്യത്യാസം വരും. അതുപോലെ തന്നെ തയ്ക്കുന്നത് നമുക്ക് ശരിയാവത്തില്ല. അപ്പോൾ നിങ്ങൾ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ അതായത് സ്ട്രെയിറ്റ് നേരെ നമ്മൾ വെട്ടിയേക്കുന്ന ഭാഗങ്ങൾ തമ്മിൽ ഒരുമിച്ച് കൂട്ടി യോജിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ തയ്ച്ചെടുത്തതിന് ശേഷം അതിൻ്റെ പുറഭാഗം നമ്മൾ പതിച്ചടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ കറക്റ്റ് വൃത്തിക്ക് തന്നെ അത് ഇരുന്നോളും. അപ്പോൾ ഇനി നമ്മൾ തയ്ക്കുന്നതിൻ്റെ ഫൂട്ട് മാറിയിട്ടിട്ട് നമ്മുടെ പാവാടയുടെ അടിവശം ഇതുപോലെ ലോക്ക് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ലോക്ക് ചെയ്യുന്ന ഫൂട്ട് ഇല്ലാത്തവർ സാധാ നോർമലി നമ്മൾ അടിച്ചെടുക്കുന്നത് പോലെ മടക്കി അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മെയിൻ പാവാട അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലൈനിങ്ങിൻ്റെ ഭാഗമെന്ന് പറയുന്നത് നമ്മൾ സാധാരണ തന്നെ മടക്കി അടിച്ചേക്കുവാണ്. അത് നമ്മളിതിൽ കാണിക്കുന്നില്ല. ഇനി ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ തുണിയും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചേക്കുവാണ്. അപ്പോൾ ലൈനിങ്ങിന് ഇപ്പം നിങ്ങൾക്ക് കാണാം ഞാൻ 2 പീസ് കൂട്ടി ജോയിൻ ചെയ്തിട്ടുണ്ട്. അതെന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈനിങ്ങിന് കുറച്ച് ഇറക്കം കുറവായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ലൈനിങ്ങിൽ കുറച്ച് ഇറക്കം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ മിച്ചം തുണിയുണ്ടെങ്കിൽ അത് നേരെ വെട്ടിയിട്ട് നമ്മൾ വെട്ടിയ തുണിയുടെ മേൽഭാഗത്ത്, അതായത് താഴെ ഭാഗത്ത് കൊടുക്കരുത്, മേൽഭാഗത്ത് നമ്മൾ അത് വെട്ടി കൂട്ടി യോജിപ്പിച്ചിട്ട് തയ്ക്കുവാണെങ്കിൽ നമുക്ക് ലൈനിങ്ങിന് കുറച്ചും കൂടെ ഇറക്കം കിട്ടും. അപ്പോൾ അത് രണ്ടും നമ്മൾ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഈ സൈഡ് ഭാഗം നമ്മൾ ചെറുതായിട്ടൊന്ന് മടക്കി അടിക്കണം. 2 ഭാഗവും അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ മടക്കി അടിക്കണം. അതിനുശേഷം നമുക്ക് ബെൽറ്റ് പിടിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബെൽറ്റാണ്. അപ്പോൾ ബെൽറ്റിൻ്റെ 2 ഭാഗവും നമ്മൾ മടക്കി അടിക്കണം. അങ്ങനെ 2 സൈഡും മടക്കി അടിച്ചതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം ഒരു മടക്കിയിട്ട് അതിൻ്റെ പുറത്തുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അതിന് ശേഷം നമുക്ക് നമ്മുടെ തുണിയുമായിട്ട് ബെൽറ്റ് ജോയിൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൽ കാണിച്ചേക്കുന്നത് പോലെ ബെൽറ്റും അതുപോലെ തന്നെ നമ്മുടെ പാവാടയും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് എടുക്കാം.
ബെൽറ്റ് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ പാവാട തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം. അപ്പോൾ കൂട്ടി യോജിപ്പിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട നമുക്ക് എന്തുമാത്രം ഓപ്പണിംഗ് ആണ് അവിടെ ആവശ്യം, അതിൻ്റെ അനുസരിച്ച് നമ്മൾ ഓപ്പണിംഗ് കൊടുത്തതിന് ശേഷം വേണം കൂട്ടിയടിക്കാനായിട്ട്. ഒരുപാട് വേണ്ടാത്തവർക്ക് നമ്മൾ അതിൻ്റെ അനുസരിച്ച് വെച്ചിട്ട് വേണം നമ്മൾ കൂട്ടിയടിച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് നമ്മുടെ പാവാട ഇനി കൂട്ടിയടിച്ചെടുക്കാം. അടുത്ത നമ്മൾ പാവാടയുടെ വള്ളിക്ക് ചെറിയ ഒരു ഫ്ലവർ ഡിസൈനാണ് ചെയ്യുന്നത്. ഇത് ഓപ്ഷണലാണ്, താല്പര്യമുള്ളവർക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ നോർമൽ പാവാട തയ്ച്ചിട്ട് സാധാ നോർമൽ കൊളുത്ത് വെക്കാം, ഇല്ലെങ്കിൽ വള്ളിയിട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെറിയൊരു ഫ്ലവർ ഡിസൈനാണ് ചെയ്യുന്നത്. ഒരു ചതുരം പോലെ ഒരു 3.5 ഇഞ്ച് നമ്മൾ നീളവും അതുപോലെ വീതിയും എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ ചതുരത്തിൽ ഇത് കാണിക്കുന്നത് പോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒരു ചതുരത്തിൻ്റെ പകുതി മാത്രം സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ അത് അകമ്പുറം തിരിച്ചെടുക്കണം. അതിനുശേഷം ഇത് കാണിക്കുന്നത് പോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അടിപൊളി ചെറിയൊരു പൂ ഡിസൈനായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്ലവർ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ തയ്ച്ചെടുത്തേക്കുന്നത്. വളരെ എളുപ്പത്തിൽ അപ്പോൾ നമുക്ക് തയ്ക്കാൻ പറ്റുന്ന ഒരു പാവാടയും അതിൻ്റെ കൂടെയുള്ള ഒരു ഫ്ലവർ ഡിസൈനുമാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ പാവാടയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവാണ്, എന്നാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഇനി ഇടാനും പ്രചോദനമാകത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനി നമുക്ക് കാണാം.